മൂന്നാമത്തെ ചക്കയാണ് നമ്മൾ മുറിച്ചു കൊടുക്കുന്നത്. നല്ല ചക്കയും പ്രശ്ന പൂക്കായിരുന്നു. നല്ല ചക്ക. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ നമ്മൾ വേഗം പോയിട്ട് ഇവിടുന്ന് കട്ടിയുണ്ട് ഈ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശമായിട്ടുണ്ട്. മുകളിൽ കുറച്ച് ചക്കകൾ കുഞ്ഞു ചക്കകൾ നോക്കിയിട്ട് ഉണ്ടായിരിക്കുന്നത് തമ്മിലുള്ള യുദ്ധം അവരായിക്കോട്ടെ, നമുക്ക് പോവാം, അത് നല്ലത്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ക്ലീൻ ചെയ്യലാണ് ഇനി മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇടിച്ചു വെച്ചതാണ് കേട്ടോ, കാന്താരിയും വെളുത്തുള്ളിയും കുരുമുളകും ഉണ്ട്. അതും നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് മാങ്ങയുണ്ട് കേട്ടോ, അപ്പം മാങ്ങ ചമ്മന്തി അരയ്ക്കാം. മാങ്ങാക്കാല. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നുണ്ടല്ലോ നമ്മൾ രാവിലത്തെ നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാറ്, കുറച്ച് കൂടുതൽ ഉണ്ടാവാറുണ്ട്. ഞാൻ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. നമ്മൾ തെർമൽ കുക്കറിൽ നമുക്കുള്ള ചോറ് വെച്ചിട്ടുണ്ട്. ഒരു ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളം കുടിക്കും. അപ്പം അതൊക്കെ കൊടുത്ത് ആള് ജിമ്മിന് പോയിട്ടുണ്ട്, മോൻ ട്യൂഷന് പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പണികളാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത്. കുറച്ച് നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. സാധാരണ ഇതൊക്കെ തന്നെയാണ് എന്നും ഉണ്ടാവാറ്. പക്ഷെ നമ്മൾ പറയുന്ന പോലെ വിഭവങ്ങൾ മാറി വരും, കറികളൊക്കെ നമ്മുടെ വേറെ ആയിട്ട് വരും എന്നല്ലാണ്ട് ഡെയിലി ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് കാണാം. ഇന്നത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മളിതുണ്ടോ, നമുക്ക് പയറ് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നിറയെ ഉണ്ടായിരുന്നു, പകുതിയായേ. അപ്പം ഡെയിലി നമ്മൾ കുറച്ച് ഇത് കഴിക്കും. അപ്പം ഇതും ഞാൻ മുളപ്പിച്ച് വെച്ചിട്ടുള്ള പിന്നെ പയറാണ് കേട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ കടലയും പയറും എല്ലാം കൂടിയിട്ടാണ് മുളപ്പിക്കാറ്, മുതിര ഒക്കെ. പക്ഷെ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതും കഴിഞ്ഞതാണ്. അപ്പം ഇതും കൊണ്ട് നമുക്ക് ഒരു സാലഡ് ഉണ്ടാക്കാം. ഒരു 4 ടീസ്പൂൺ പയറൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 4 പേരില്ലല്ലോ. അപ്പം അത്രയ്ക്ക് കൂടുതലൊന്നും ഇഷ്ടമല്ല. ഒരു നല്ലൊരു രാവിലെ ഒരു നല്ലൊരു സാലഡാണല്ലോ വെച്ചിട്ട് കഴിക്കുന്നതാണ്. അവർക്ക് പിള്ളേർക്ക് അത്ര കൂടെ ഇഷ്ടമൊന്നുമല്ല. അപ്പം പയറ് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വരുന്നവരെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും വേവിക്കാണ്ട് കഴിക്കുകയാണ് നല്ലത്. പക്ഷേ ഇവിടെ വേവിക്കാണ്ട കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ വേവിക്കണതന്നെ. ശരിക്കും കുക്കറിലിട്ട് വേവിക്കാതിരിക്കുന്നത് നല്ലത്. അതിൻ്റെ ഗുണം പോകുന്ന പറയാം. പക്ഷെ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലിട്ട് വേവിക്കാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ക്യാരറ്റും സവോളയും നമ്മൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ, സാലഡിലേക്ക് അരിഞ്ഞെടുക്കാൻ. പിന്നെ നമുക്ക് വേണ്ടല്ലോ കുറച്ച് കുരുമുളകാണ് കേട്ടോ. ഇതും കൂടെ ഒന്ന് ചതച്ചെടുക്കണേ. കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുക്കറിന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊട്ടുവാണ്. നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ക്യാരറ്റും സവോളയും മല്ലിയിലൊക്കെ കൂടി ഇട്ട് കൊടുക്കാണേ. ഇതിലേക്ക് എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിൽ വേണമെങ്കിൽ പീനട്ട് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം, എന്ത് വേണമെങ്കിൽ. നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ പറിച്ച് വെച്ച് ചക്ക പഴുത്തിട്ടുണ്ട്. ഇവിടെ ഏട്ടുണ്ടല്ലോ കുറച്ച് മാങ്ങ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിൽ ഒരു മാവുണ്ട്, ഇതിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെ മാങ്ങ പറിച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. മാങ്ങയുണ്ട്, പിന്നെ കപ്ലങ്ങ, ഓമക്കായ, പപ്പായ എന്നൊക്കെ പറയില്ലേ. അതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇത് നമുക്ക് ഉപ്പേരി വെക്കാം. ഓക്കെ, നമുക്കുണ്ടല്ലോ ഇത് ഇവിടെ തന്നെ അരിഞ്ഞ് തൊഴിൽ കെട്ടിയിട്ട് പോകാമല്ലോ. പിന്നെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇത് കെട്ടിക്കളയുകയാണെങ്കിൽ നമുക്ക് എളുപ്പമല്ലോ. മിക്കവാറും നമ്മൾ ഉപ്പേരിയൊക്കെ വയ്ക്കുമ്പോണ്ടല്ലോ
ഇവിടെ ഞാൻ ഉപ്പേരി എന്നാണ് പറയുക കേട്ടോ. ചേട്ടൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് തോരൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉപ്പേരിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ വയ്ക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം ബാക്കിയുള്ളത് കറിയൊക്കെ പുറത്തുനിന്ന് നമ്മൾ മേടിച്ചാണെങ്കിലും ഉപ്പേരി വീട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടെങ്കിൽ വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. വണ്ടിയുടെ ഭയങ്കര സൗണ്ട് കേട്ടോ. ഈ ഒരു സാധനം കാണുമ്പോണ്ടോ, പഴുത്തേൻ്റെ ഉള്ളിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിയാം. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അരി കേട്ടോ. ചോപ്പറിൽ വെച്ചിട്ട് സാധാരണ അരിയാറ്, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് അരിയാന്ന് വിചാരിച്ചു. ചോപ്പർ എന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ട്, ഇതിൻ്റെ നൂലിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തോരൻ വയ്ക്കാം. ഇത് നമ്മൾ കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, ഒത്തിരി വെള്ളം മതി, വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് കുഴഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു മുക്കാൽ വേവിനേക്കാൾ കുറച്ച് കൂടുതൽ ആ ഒരു വേവിലെടുക്കാൻ നല്ലത് കേട്ടോ. ഉപ്പ് എന്ന് പറയുന്നതും ഒരധികം ഇട്ട് കഴിഞ്ഞാൽ കൊള്ളില്ല കേട്ടോ. ഇത്തിരി ഇട്ടാൽ മതി, കാരണം പെട്ടെന്ന് ഉപ്പ് പിടിക്കും കയ്യിൽ. അപ്പോൾ നമുക്ക് കുറച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ട് അരപ്പിനുള്ളത് റെഡിയാക്കാം കേട്ടോ. കുറച്ച് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം ഇട്ട് കൊടുക്കാം, കുറച്ച് മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് വേണ്ട, അതിനേക്കാൾ കുറച്ച് കുറവ്. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഒരു വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാന്താരി ആണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടിയ, പച്ചമുളകാണെങ്കിലും കുഴപ്പമില്ല. കാന്താരി ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. കുറച്ച് കാന്താരി, എരിവിന് നമുക്ക് പാകത്തിനനുസരിച്ച് എത്ര ആണെങ്കിൽ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കണം. നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട്, അതായത് മിക്സിയുടെ ഇതിൽ ആദ്യം നമ്മുടെ അരപ്പിനുള്ള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. അരച്ചല്ല, നമ്മളൊന്ന് അവിയലിൻ്റെ പരുവത്തിലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിന് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നെ എന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് ഒത്തിരി വേവ്. പിന്നെ ഇതത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുക്കുന്നത് ഈ സമയത്ത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, എനിക്ക് ഈ ഒരു കളറാണ് ഇഷ്ടം, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഉപ്പ് ഈ സമയത്ത് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരിക്ക്. കാന്താരി ഇട്ടുകൊണ്ട് തന്നെ നല്ല ഇരുവൊക്കെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ്. വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പേരി തോര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മാങ്ങ ചമ്മന്തി അരയ്ക്കാം. പൊലിച്ചെത്തണം ഇങ്ങനെ. അരിഞ്ഞിട്ടില്ലേ, അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കണത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തോന്നില്ലേ. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്നിച്ചരയ്ക്കുകയാണേ. ആദ്യം വാങ്ങിയിട്ട് അരച്ചാൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അമ്മിയിലല്ലല്ലോ, നമ്മൾ മിക്സിയിലല്ലേ അരയ്ക്കുന്നത്. പിന്നെ ഉള്ളിയാണ്, ചെറിയ ഉള്ളി ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമായ കാരണമാണ്. വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഈ സമയത്ത് ചേർത്ത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഇവിടെ ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാന്താരിയാണ് കേട്ടോ. കാന്താരിയാണ്, അപ്പോൾ നമ്മൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എരിവ് കൂടുതൽ, പുളിക്കൊക്കെ കുറച്ച് എരിവ് കൂടുതലാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണ്ടേ. പുളിയുള്ള കാരണം കൊണ്ട് കുറച്ച് ഉപ്പ് വേണ്ടി വരും.
ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് വെച്ച് എന്തിനാ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ഇനി നമുക്ക് അരച്ചു കൊണ്ടുവരാം. ചമ്മന്തി അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുണ്ടല്ലോ ചേട്ടനുള്ള സൂപ്പിനുള്ള സാധനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ന പച്ചക്കറി എന്നൊന്നുമില്ല, എന്ത് പച്ചക്കറി വേണമെങ്കിൽ എടുക്കാം ചിക്കൻ്റെ ഒപ്പം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള പച്ചക്കറികളൊക്കെ കൂടിയിട്ടായിരിക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതെല്ലാം എടുക്കും, അങ്ങനെയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി 2-3 തവണ ഒന്ന് കഴുകി എടുക്കാം. വേവിച്ചാൽ മതി, കുക്കർ തന്നെയാണ്. ഇനി അതിലേക്ക് നമ്മുടെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഒത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്വല്പം ഇട്ട് കൊടുക്കണുള്ളൂ, അധികം ഉപ്പിട്ട് ഇട്ട് കൊടുക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുക കേട്ടോ, പണിയല്ലേ എല്ലാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇടിച്ചു വെച്ചതാണ് കേട്ടോ. കാന്താരിയും വെളുത്തുള്ളിയും കുരുമുളകും ഉണ്ട്. അതും കൂടെ ഞാൻ കാന്താരി ഇല്ലെങ്കിൽ ഞാൻ സാധാരണ പച്ചമുളക് ഇട്ട് കൊടുക്കും കേട്ടോ. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവാളത്തിരി വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ അതിനപ്പുറത്തേക്കാണ് വേണ്ടത്. ഒരു 3 നമുക്കുള്ള ചോറ് തരണപ്പോക്ക് എല്ലാം അത്യാവശ്യം കിട്ടും. അത് ഏട്ടനുള്ള ബസ്മതി റൈസാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഉണ്ടാക്കണം. ഗ്യാസ് ഉണ്ടല്ലോ അധികം സിമ്മിലിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. സിമ്മിലിട്ട് കഴിഞ്ഞാൽ കുറേ ഗ്യാസ് നമുക്ക് ലാഭം കിട്ടും. സിമ്മിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് ലാഭം കിട്ടും എന്നുള്ളത് കേട്ടോ. അങ്ങനെ നമുക്ക് കിച്ചൺ വൃത്തിയാക്കാറായിട്ടുണ്ട്. ആകെ കൂടി കൊളായിട്ട് കിടക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ക്ലീൻ ചെയ്യലാണ് ഇനി മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യണില്ല കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുള്ളൂ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് എന്താ പറയുക വൃത്തിയാക്കിയിട്ട് അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഉച്ചവരയ്ക്കുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടു, ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം എന്തെങ്കിലും വെക്കുക വേണ്ടപ്പോൾ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ കറിയൊന്നും വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാൻ സാധാരണ ഫ്രിഡ്ജിൽ മീൻകറിയൊന്നും വെക്കാറില്ല കേട്ടോ. നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുക ചെയ്യാറ്. അങ്ങനെ കേടുവരാറും ഇല്ല കേട്ടോ. ചൂടുവെള്ളം അപ്പം നമ്മുടെ മീൻകറി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വാങ്ങിയിട്ട് നമുക്ക് അപ്പുറത്ത് കിച്ചൻ്റെ നമുക്ക് അവിടെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാം കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ. എല്ലാ കറികളായാലും എന്തായാലും ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്പുറത്തെ കിച്ചണിലാണ് കൊണ്ടുവയ്ക്കുന്നത്. വർക്ക് ഏരിയ പോലെയാണ്, അവിടെ ഒരു കിച്ചണാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വെക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ആ കിച്ചണിൽ പണിയുടെ കുറേ പാത്രങ്ങൾ കഴുകാനും കാര്യങ്ങളും അവിടെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വേറൊരു കിച്ചൺ എന്ന് പറയുന്നത്. ഇതിവിടെയാണ് ഞാൻ എന്താ പറയുക നമ്മൾ എല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് വെക്കുക കേട്ടോ. കറികളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് കേട്ടോ നമ്മൾ പാത്രങ്ങൾ ഒരുവിധമൊക്കെ വെക്കണതും കഴുകാനുള്ളതും ഒക്കെ വേസ്റ്റ് ഒക്കെ ഇരിക്കണ്ടേ. നമുക്ക് ഇനി ഇവിടെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടുത്തെ ക്ലീനിങ് ആണ് മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത് കേട്ടോ.
അവിടെ കുറച്ച് നീറ്റാക്കി വെച്ചിട്ട് ഇവിടെ കറുത്തേടാക്കി വെക്കും. അങ്ങനെ നമ്മുടെ ചേട്ടൻ്റെ ചോറും ആയിട്ടുണ്ട് കേട്ടോ. ദേവന്ത നമുക്ക് 2 മുട്ട വെച്ച് കൊടുത്താൽ. ഇവിടെ ആരും ചായ കുടിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. ഞാൻ മാത്രമേ ചായ കുടിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഒരു ചായ കുടിക്കുക. അപ്പം അവളുടെയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവൾക്ക് കൊടുക്കാം. തന്നെ ടി വി കാണാം കേട്ടോ. കണ്ടുണ്ടോ ആരെങ്കിലും ഇങ്ങനെ നീറ്റ് വന്നിരുന്നിട്ട് ടി വി കാണുന്നത്? ആർക്കും വേണ്ടാതായ ഈ ഒരു മുട്ട എനിക്കുള്ളതാണ്. വേണ്ടോ ഒരാളിവിടെ ഒടുങ്ങിയിരിക്കണോ? എന്തേടാ ചെയ്യും പട്ടിയും നമ്മളുടെ ഇതാണ് കേട്ടോ. ഇവള് ജിഞ്ചു ആണ്. ഇവള് നമ്മൾ കാലങ്ങളായി വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഇവളുടെ ചോറ് എടുക്കാൻ അവൻ വന്നു കഴിഞ്ഞാൽ അവനെ ഓടിക്കുകയാണ്. അവനെ പേടിച്ചിട്ട് അവൻ ഇരിക്കുകയാണ് കേട്ടോ. കണ്ടോ പൂച്ചയാണ് ഇവിടെ ഭയങ്കര പേടിച്ചിട്ടാണ് അവൻ ഇരിക്കണത്. ഇവള് ഒരു കടിയൊക്കെ കൊടുത്തു ഇപ്പം കാണാം കേട്ടോ. അവൻ ചോറ് എടുക്കാൻ വരുമ്പോഴേക്കും അവള് പേടിപ്പിച്ച് വിടുകയാണേ. പാവം വെള്ളം ഇറക്കിയിരിക്കണോടെ. തമ്മിലുള്ള യുദ്ധം അവരായിക്കോട്ടെ, നമുക്ക് പോവാം. അത് നല്ലത്. പാവട്ടോ അതിന് വിശന്നിട്ടേ. ഇവള് ഇതും കഴിക്കാറായിട്ടുണ്ട്. ഏകദേശമായിട്ടുണ്ട്. മുകളിൽ കുറച്ച് ചക്കകൾ കുഞ്ഞു ചക്കകൾ നോക്കിയിട്ട് ഉണ്ടായിരിക്കുന്നത് ഇവിടുന്ന് കട്ടിയുണ്ട്. ഉണ്ടാവണ സമയമാണ് മഴക്കാലത്ത് കട്ടിയുണ്ടായിരുന്നു. ഈ പുകയുന്നുണ്ട്. അതിൽ വെച്ച് നിറയെ പോട്ട് തയ്യാറായിട്ട്. ഊഞ്ഞാലിക്കാണോ കിട്ടുന്നത്? പനി എന്തായി? പനി എന്തായി? പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ നമ്മൾ വേഗം പോയിട്ട് കാന്താരി പറിക്കുക ചെയ്യുക കേട്ടോ. അതുകൊണ്ട് തന്നെ പറിച്ച് വെക്കണ ഒരു സ്വഭാവമൊന്നുമില്ല. നമ്മളോടുന്ന ആളാണിപ്പോൾ തേങ്ങ വെട്ടണം. മൂന്നാമത്തെ ചക്കയാണ് നമ്മൾ മുറിച്ച് നോക്കട്ടെ. എങ്ങനെയുണ്ട് നോക്കട്ടെ. ആഹാ ഇത് മാത്രം നന്നായിട്ട് കിട്ടി. ബാക്കി എല്ലാ ചക്കയും ഫ്രഷ് പോക്കായിരുന്നു. നല്ല ചക്ക മധുരത്. ഇത് ആയുർജാക്കല്ലേ? തെന്മരിക്ക അയർജാക്കെന്നും പറയും. അതിൻ്റെ ഒരു വിയറ്റ്നാം എർലി എന്ന് പറഞ്ഞൊരു ടൈപ്പാണ്. തൊന്നിക്ക് വേണ്ട തോന്നുന്നില്ല.
അത് രക്ഷയുള്ളൂ. ഇനി ഞാറുമല്ലേ ഓഫീസാണ് നല്ല ടേസ്റ്റ്, നല്ല മധുരം. കുരുവൊക്കെ വൃത്തി വെച്ചിട്ട് എടുത്ത് വെക്കാം. ഈ സാധനം കാര്യം കറി വെക്കാനാണ്. കറി വെക്കാൻ വേണ്ടി നല്ല മധുരമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് മട്ടിപ്പായി. ഇപ്പോൾ തിളക്കില്ല പോലെ ഇത് നല്ല മധുരം. ചക്കക്കുരു ഞാൻ എന്താ പറയാം, ഒരു മിനിറ്റ് സേവ് ചെയ്തിട്ട്. നമ്മുടെ രാവിലത്തെ വീട് ക്ലീൻ ചെയ്യുന്നതോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ലോങ് വീഡിയോ ആവും. അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.